ഇന്നത്തെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാം. ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. അതിനുശേഷം നമുക്ക് ബോർഡിൽ അതിൻ്റെ സൊല്യൂഷൻ ആൻസർ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം അത് ആൻസർ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ ഫോളോയിങ് ഈസ് ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് റൈഡേഴ്സ് ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31 December 2015. 2015 ക്ലോസിംഗ് ഡേറ്റ് വരുന്ന ഒരു റൈഡേഴ്സ് ക്ലബിൻ്റെ ഫൈനൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. റെസിപ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ബാലൻസ് ബ്രോട്ട് ഡൗൺ. ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് അറ്റ് ബാങ്ക് 1600. ദെൻ എൻട്രൻസ് ഫീസ് ₹2000, ഡൊണേഷൻ 3000, എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ് 4000, സബ്സ്ക്രിപ്ഷൻ 2014, 15, 16 3 വർഷത്തെയും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സ്പോർട്സ് എക്സ്പെൻസ് 5400, ഫർണിച്ചർ ഡേറ്റ് ശ്രദ്ധിക്കണം, ഫർണിച്ചർ 1/7/2015. ഓക്കെ, ഓഫീസ് എക്സ്പെൻസസ് 2014 and 15, ലൈബ്രറി ബുക്സ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സബ്സ്ക്രിപ്ഷൻ ടു ന്യൂസ് പേപ്പർ, ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ആണ് ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, താഴേക്ക് അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിക്കുക. ദ ക്ലബ് ഹാസ് 100 members, ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹100. Then on 1st January 2015, stock of stationery was for ₹75 and 31st December 2015 ₹125. Then on 1st January 2015, furniture was value at ₹5,000. Then provide depreciation on furniture at 20% per annum. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ഏതായിരിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ പിന്നീട് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും പിന്നീട് ലാസ്റ്റ് ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 3 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, സെക്കൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. അത് നിങ്ങൾക്ക് ഡൗട്ടുള്ളവർ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പോയി കാണണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ദ ക്ലബ് ഹാസ് 100 members. അപ്പോൾ ഇവിടെ ക്ലബിൻ്റെ അകത്ത് 100 members ഉണ്ട്. ഓരോ മെമ്പേഴ്സും പേ ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ₹100 വീതമാണ്. ആനുവലി പേ ചെയ്യേണ്ട എമൗണ്ട് ₹100 വീതമാണ്. ഇതാണ് ഇതിനകത്തൊരു നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് ഓരോ പോയിന്റായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്ന ഓരോ ഐറ്റംസും ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. പിന്നീട് ബോർഡിൽ അതിന് സൊല്യൂഷൻ കാണാം. ഓക്കെ, അപ്പോൾ പേയ്മെന്റ് സൈഡിലേക്ക് വരാം. ഫസ്റ്റ് ഐറ്റം സ്പോർട്സ് എക്സ്പെൻസസ് ആണ്. സ്പോർട്സ് എക്സ്പെൻസസ് എമൗണ്ട് പറയുന്നുണ്ട് 5400. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യമേ ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്ന് ടിക്ക് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റ്മെന്റുകൾ ഏതെല്ലാം ഉണ്ടോ അതൊന്ന് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് ഏതൊക്കെയാണ് ഉള്ളത്? സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ ഒരു ഐറ്റത്തിന് നേരെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ പിന്നീട് പറയുന്ന സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി പറയുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി കാണാം, കണ്ടോ? സ്റ്റേഷനറിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്, ഒന്ന് ടിക്ക് ചെയ്യാം. ദെൻ പിന്നീട് ഫർണിച്ചർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫർണിച്ചർ എന്നുള്ള ഐറ്റം ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്തിടാം. പിന്നെ ലാസ്റ്റ് ഡിപ്രീസിയേഷനും കൂടി പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റമായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ഐറ്റം സ്പോർട്സ് എക്സ്പെൻസസ് ആണ്, എമൗണ്ട് 5400. അപ്പോൾ സ്പോർട്സ് എക്സ്പെൻസ് എന്നുള്ളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ഒന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റ് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സ്പോർട്സ് എക്സ്പെൻസ് എന്നുള്ള ഐറ്റം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാവുന്ന ഐറ്റമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങോട്ട് എഴുതേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റമാണ് 5400 സ്പോർട്സ് എക്സ്പെൻസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫർണിച്ചർ പറയുന്നുണ്ട്. ഫർണിച്ചറിന്റെ എമൗണ്ട് 3000 പറയുന്നുണ്ട്. ഫർണിച്ചർ അസറ്റ് ആണെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഫർണിച്ചർ റെക്കോർഡ് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം? ബാലൻസ് ഷീറ്റിലായിരിക്കണം. അതിന് ഡേറ്റ് പറയുന്നുണ്ട് 1/7/2015 എന്ന് പറയുന്നുണ്ട് ഫർണിച്ചർ. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ബാലൻസ് ഷീറ്റിൽ ആ ഫർണിച്ചർ എന്നുള്ള ഐറ്റം റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഓഫീസ് എക്സ്പെൻസസ് ആണ് പറയുന്നത്. ഓഫീസ് എക്സ്പെൻസസ് 2004 2 വർഷം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓഫീസ് എക്സ്പെൻസസ് 2014, 15 പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെ 2014 എന്നുള്ള എമൗണ്ട് പറയുന്നത് അത് കഴിഞ്ഞ വർഷത്തെയാണ്. കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് നമ്മൾ ഓഫീസ് എക്സ്പെൻസ് എന്നുള്ളത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള രീതിയിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ് ഈ 2014 എന്ന് പറഞ്ഞിരിക്കുന്ന 500 എന്നുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡ് റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റമാണ് 2014 ഓഫീസ് എക്സ്പെൻസസ്. ഇത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആണ്. 2015 ഓഫീസ് എക്സ്പെൻസ് പറയുന്നുണ്ട് 3500 രൂപ പറയുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ട് എവിടെ റെക്കോർഡ് ചെയ്യണം? അത് നമ്മളുടെ ഈ വർഷത്തെ എക്സ്പെൻസ് ആണ് 3500 എന്ന് പറയുന്നത്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ട ഐറ്റമാണ് 3500. ഓക്കെ, അപ്പോൾ രണ്ട് ഐറ്റം ഓഫീസ് എക്സ്പെൻസ് 2014 എന്നുള്ളത് പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആയതുകൊണ്ട് നമുക്കത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ആ ഐറ്റം റെക്കോർഡ് ചെയ്യാം. ദെൻ അതേപോലെ 2015 എമൗണ്ട് നമുക്ക് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ടും റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ലൈബ്രറി ബുക്സ് ആണ്. ലൈബ്രറി ബുക്സ് അറിയാം, ബുക്കുകളാണ്, അതുകൊണ്ട് അസറ്റ് ആയിരിക്കും ലൈബ്രറി ബുക്സ്. അത് ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ലൈബ്രറി ബുക്സ്. നെക്സ്റ്റ് വൺ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്, എക്സ്പെൻസ് ആണ്, എക്സ്പെൻഡിച്ചർ ആയിട്ട് റെക്കോർഡ് ചെയ്യാവുന്ന ഐറ്റമാണ്. ലാസ്റ്റ് ഐറ്റം ബാലൻസ് ക്യാരി ഡൗൺ. അത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പോകേണ്ട ഐറ്റമാണ് ഈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ള ഐറ്റം. ഇത്രയും ഐറ്റംസുകളാണ് പേയ്മെന്റ് സൈഡിൽ വരുന്നത്. ദെൻ റിസീപ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ഐറ്റം ബാലൻസ് ബ്രോഡ് ഡൗൺ ആണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് ആയിട്ട് കാണിക്കേണ്ട ഐറ്റമാണ് ഓപ്പണിംഗ് ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ള ഐറ്റം, ഓപ്പണിംഗ് ബാലൻസ്. നെക്സ്റ്റ് വൺ എൻട്രൻസ് ഫീ ആണ്. എൻട്രൻസ് ഫീ 2000 പറയുന്നുണ്ട്. എൻട്രൻസ് ഫീ എന്നുള്ളത് നമ്മുടെ ബിസിനസ് ക്ലബിന്റെ ഒരു ഇൻകം ആണ്. അപ്പോൾ എൻട്രൻസ് ഫീ 2000 ഇൻകം ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം എൻട്രൻസ് ഫീ. നെക്സ്റ്റ് വൺ ഡൊണേഷൻ എന്ന് പറയുന്നുണ്ട് 3000. ഡൊണേഷന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. സ്പെസിഫിക് ആണോ ജനറലോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ് എന്നുള്ള ഹെഡ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാവുന്ന ഐറ്റമാണ് ഡൊണേഷൻ എമൗണ്ട് 3000. നെക്സ്റ്റ് വൺ എൻഡോമെന്റ് ഫണ്ട് റെസിപ്റ്റ്. എൻഡോമെന്റ് ഫണ്ടാണ്, ഒരു സ്പെസിഫിക് ഫണ്ടാണത്. എൻഡോമെന്റ് ഫണ്ട് എൻഡോമെന്റിന് വേണ്ടി തന്നിരിക്കുന്ന ഫണ്ട് ആയതുകൊണ്ട് ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റമാണ് എൻഡോമെന്റ് ഫണ്ട് റെസിപ്റ്റ് ₹4000. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഐറ്റം ശ്രദ്ധിക്കണം. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട് 2014 ഉണ്ട്, പ്രീവിയസ് ഇയർ ഉണ്ട്, കറണ്ട് ഇയർ ഉണ്ട്, നെക്സ്റ്റ് ഇയറും ഉണ്ട്. അപ്പോൾ 3 വർഷത്തെ എമൗണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ബേസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് താഴെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 2014 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ്. ഞാൻ ആ 3 ഐറ്റത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2014 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ്. കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആണ് 300 രൂപ. ഓൾറെഡി കഴിഞ്ഞ വർഷം കിട്ടാണ്ടായിരുന്ന എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2014 തന്നിരിക്കുന്ന 300 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ എവിടെ റെക്കോർഡ് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 300 രൂപ കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ് ഈ 300 എന്ന് പറഞ്ഞിരിക്കുന്ന എമൗണ്ട്. അത് പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ആണ്. ഓക്കെ, അതിന് ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. 2014 ആണ്, കഴിഞ്ഞ വർഷം കിട്ടേണ്ട എമൗണ്ട് ആണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ബാലൻസ് ഷീറ്റ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള ഹെഡിൽ 300 റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് 2015 എമൗണ്ട് നോക്കിയേ, 9100. നമുക്ക് ഈ വർഷം കിട്ടിയ എമൗണ്ട് ആണ്. 2015 കിട്ടിയ എമൗണ്ട്, ടോട്ടൽ റിസീവ് ചെയ്ത എമൗണ്ട് 9100 റിസീവ് ചെയ്തു. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട് നോക്ക്. ദ ക്ലബ് ഹാസ് 100 മെമ്പേഴ്സ് ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹100 എന്ന് പറഞ്ഞാൽ ഈ ക്ലബിൽ 100 മെമ്പേഴ്സ് ഉണ്ട്. ഈ 100 മെമ്പേഴ്സും ആനുവലി 100 രൂപ വീതം സബ്സ്ക്രിപ്ഷൻ തരണം. അങ്ങനെയാണെങ്കിൽ 100 × 100 100 × 100 എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടേണ്ടിയിരുന്നത് 10,000 ആയിരുന്നു. കറക്റ്റ് അല്ലേ? 100 × 100 10,000 ആയിരുന്നു കിട്ടേണ്ടിയിരുന്ന എമൗണ്ട്. എന്നാൽ എത്ര കിട്ടിയുള്ളൂ ഈ വർഷം? 9,100 9100 റിസീവ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ ഇതുവരെ.
അപ്പോൾ ഒരു 900 രൂപ പെൻഡിങ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കിട്ടാനുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ആ കിട്ടുവാനുള്ള എമൗണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഐറ്റം എവിടെ വരുന്നതാണ്? കറണ്ട് ഇയറിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റം ആയതുകൊണ്ട് ഇൻകം സൈഡിൽ എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ആയിട്ട് 9100 റെക്കോർഡ് ചെയ്തു. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടാനുണ്ട്? 900 കൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 10,000 റെക്കോർഡ് ചെയ്യണം, ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ 2016 എമൗണ്ട് ആണ്, അടുത്ത വർഷത്തെ എമൗണ്ട് ആണ്. അടുത്ത വർഷത്തെ എമൗണ്ട് നമ്മൾ ഇപ്പോഴും റിസീവ് ചെയ്തു. നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് ആണ്. 16 എമൗണ്ട് ഇപ്പോൾ അഡ്വാൻസ് റിസീവ് ചെയ്തു ₹400. എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഈ വർഷം അക്കൗണ്ടിൽ വേണ്ട. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റമാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത വർഷത്തെ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു. അങ്ങനെയാണ് ഈ 3 ഐറ്റം റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് പറയുന്നു, 2014 പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റായിട്ട് കാണിക്കുക സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം 9100, അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ്. ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അതിന്റെ കൂടെ ഈ വർഷം കിട്ടാനുള്ള 900 കൂടി ആഡ് ചെയ്യണം. ടോട്ടൽ എമൗണ്ട് 10,000 വരും. അതേപോലെ നെക്സ്റ്റ് ഇയറിൽ അഡ്വാൻസ് വാങ്ങിയ എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യണം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള ഹെഡിൽ. ഇത്രയും ഐറ്റംസുകളാണ് അക്കൗണ്ടിൽ ഉള്ളത്. ഓക്കെ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. ദ ക്ലബ്ബ് ഹാസ് 100 മെമ്പേഴ്സ് ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹100. നമ്മൾ പറഞ്ഞു പോയതാണ്. ഓരോ 100 മെമ്പേഴ്സ് ഉണ്ട്. ഓരോ മെമ്പേഴ്സും 100 രൂപ വീതമാണ് സബ്സ്ക്രിപ്ഷൻ അടയ്ക്കേണ്ടത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു പോയി. നെക്സ്റ്റ് വൺ അടുത്ത് നോക്കാം. ഓൺ 1st January 2015 സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി വാസ് ₹75. 1st January 2015 ഡേറ്റ് നോക്കാം. 1st January 2015 ആണ്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആണ്. അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഡേറ്റ് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇനത്തിൽ 75 രൂപ ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഇത് കണ്ടോ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ് ഐറ്റം. സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 75 രൂപ ഉണ്ടായിരുന്നു. നോക്കുക. ആൻഡ് ഓൺ December 31st 2015 ₹125. December 31st 2015 അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അത് എത്രയുണ്ട്? 125 രൂപയുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 75 രൂപയും ക്ലോസിംഗ് സ്റ്റോക്ക് 125 രൂപയും ഉണ്ട്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കും ശ്രദ്ധിച്ചോളുക. അപ്പോൾ നിങ്ങൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ഐറ്റം 600 രൂപ എവിടെ റെക്കോർഡ് ചെയ്യും? എക്സ്പെൻഡിച്ചർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഐറ്റമാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ആ എമൗണ്ട് 600 രൂപ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇൻസൈഡിൽ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. അതായത് 75 ആഡ് ചെയ്യണം. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് 125 ലെസ് ചെയ്യണം. നമ്മൾ സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് സ്റ്റേഷനറി എമൗണ്ട് എങ്ങനെ നമ്മൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടതാണ്. ആ സെയിം അഡ്ജസ്റ്റ്മെന്റ് തന്നെ ഇപ്പോൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഐറ്റം 600 രൂപ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക, ഇൻസൈഡിൽ എഴുതുക. അതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ഇതാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റുകൾക്കെല്ലാം 2 ഫോൾഡ് എഫക്റ്റ് ആയിരിക്കുമല്ലോ. ഫസ്റ്റ് എഫക്റ്റ് നമ്മൾ എഴുതി, ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തു. ഓക്കെ. സെക്കൻഡ് എഫക്റ്റ് എവിടെയായിരിക്കും വരുന്നത്? സെക്കൻഡ് എഫക്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. സെക്കൻഡ് എഫക്റ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ നോട്ട് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റ് ആയിട്ട് കാണിക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് 75 രൂപ കാണിക്കുക. അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 125 രൂപയും റെക്കോർഡ് ചെയ്യുക. ഇതാണ് ഇതിന്റെ സെക്കൻഡ് എഫക്റ്റ് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് എഫക്റ്റ് എക്സ്പെൻഡിച്ചർ സൈഡിൽ റെക്കോർഡ് ചെയ്തു. സെക്കൻഡ് എഫക്റ്റ് വരുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടും ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന്റെയും 2 ഫോൾഡ് എഫക്റ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നോക്കാം. ദെൻ ഓൺ 1st January 2015 ഫർണിച്ചർ വാല്യൂഡ് അറ്റ് ₹5,000. നോക്കുക. 1st January 2015 ആണ് നമ്മുടെ കറണ്ട് ഇയർ എന്ന് പറയുന്നത്.
ജാനുവരി ടു ഡിസംബർ ആണ്. അപ്പോൾ നമ്മളുടെ കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ ഈ വർഷം ഫർണിച്ചർ ഇനത്തിൽ 5000 രൂപ ഉണ്ടായിരുന്നു, ക്ലബിലുണ്ടായിരുന്നു. ഫർണിച്ചർ ആയിട്ട് 5000 രൂപ ഉണ്ടായിരുന്നു. അത് കൂടാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫർണിച്ചർ വീണ്ടും വാങ്ങുന്നത് ഈ വർഷം. അപ്പോൾ വീണ്ടും ഈ ഫർണിച്ചർ വാങ്ങി. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ഐറ്റംസുകളെല്ലാം നമ്മുടെ പഴയ അസറ്റുകളാണ്, അല്ലെങ്കിൽ പഴയ ലയബിലിറ്റികളായിരിക്കും. ഇവിടെ വരുന്ന ഐറ്റംസുകളാണ് നമ്മളുടെ ഈ വർഷം നമ്മൾ ആഡ് ചെയ്തത് അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങിയത്. ഓക്കെ. അപ്പോൾ ഫർണിച്ചർ ഇനത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫർണിച്ചർ 5000 രൂപയുണ്ട്. അത് കൂടാതെ ഈ വർഷം ജൂലൈ ആയപ്പോൾ വീണ്ടും ഒരു 3000 രൂപയുടെ ഫർണിച്ചർ കൂടി വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കും നോക്കാം. ഫർണിച്ചർ വാസ് വാല്യൂഡ് അറ്റ് ₹5,000. അപ്പോൾ രണ്ട് ഫർണിച്ചറും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫർണിച്ചറിന്റെ ഫസ്റ്റ് ജാനുവരി 2015 അത് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഫർണിച്ചറാണ്. അത് നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇതിൻ്റെ എഫക്റ്റ് പറയാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് 5000 രൂപ കാണിക്കുക. ഇത് നമ്മളുടെ പഴയ ഫർണിച്ചറാണ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഫർണിച്ചറാണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഫർണിച്ചർ എന്നുള്ള ഹെഡിൽ 5000 രൂപ എഴുതുക. ഡിപ്രീസിയേഷൻ ഒന്നും കുറച്ച് കളയരുത്, അതെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. അപ്പം അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഫർണിച്ചർ എന്നുള്ള ഹെഡിൽ 5000 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഈ രണ്ട് ഫർണിച്ചർ എഴുതണം. ഈ പഴയ ഫർണിച്ചർ 5000 രൂപ എഴുതണം. അതേപോലെ പുതിയ ഈ വർഷം വാങ്ങിയ ഫർണിച്ചർ റെക്കോർഡ് ചെയ്യണം. 3000 രൂപ ഈ വർഷം വാങ്ങിയിട്ടുണ്ട്, ഫർണിച്ചർ ഇനത്തിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5000ഉം അതേപോലെ 3000ഉം റെക്കോർഡ് ചെയ്യണം. രണ്ട് ഫർണിച്ചറും ഈ വർഷം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിപ്രീസിയേഷനും കൂടി പറയുന്നുണ്ട്. ആ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. എങ്ങനെയാണ് നോക്കുക. ഇവിടെ നമ്മൾ ഈ 5000 എന്ന് പറയുന്നത് നമ്മളുടെ ജനുവരി 1 മുതലുള്ള ഫർണിച്ചറാണ്, ഈ വർഷം ആദ്യം മുതലുള്ളതാണ്. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പോവാണ്. എത്രയാണ്? 5000 × 20/100. അപ്പോൾ ആ 20% ഡിപ്രീസിയേഷൻ ഫർണിച്ചറിലേക്ക് ചാർജ് ചെയ്യണം. ഓക്കെ. അതുകൂടാതെ നമ്മൾ ഈ വർഷം ജൂലൈയിൽ വാങ്ങിയില്ലേ, ജൂലൈ 1 വാങ്ങിയ ഫർണിച്ചർ എത്രയുണ്ട്? 3000 രൂപയുണ്ട്. അതിനും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ജൂലൈ 1 മുതൽ ബിസിനസ്സിൽ ഫർണിച്ചർ ഉണ്ട്. അപ്പോൾ അതിലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്? 3000 × 20/100 × 6/12 എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസത്തേക്ക് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ 3000 × 20/100 20% ആണ്. 20/100 × 6/12 ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടി കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫർണിച്ചർ എന്നുള്ള ഹെഡിൽ 5000 രൂപ ഫുള്ള് എഴുതരുത്, അതേപോലെ 3000 ഫുള്ള് എഴുതരുത്. ഡിപ്രീസിയേഷന്റെ എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം കാണിക്കാൻ. ഓക്കെ. ആ ഡിപ്രീസിയേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു, എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഡിപ്രീസിയേഷൻ എന്നുള്ള കിട്ടിയ എമൗണ്ട് എവിടെയും കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ഡിപ്രീസിയേഷൻ എന്നുള്ള ഹെഡിൽ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ഇപ്പോൾ കിട്ടിയ ആ എമൗണ്ട് കൂടി അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മളുടെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ തിയറി സെക്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്സ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അത് ബോർഡിൽ അത് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഈ ബുക്കിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതൊന്ന് ഇവിടെ ടിക്ക് ചെയ്തിടണം. എന്നിട്ട് നമുക്ക് പിന്നീട് ഒന്നുകൂടി ബോർഡിൽ ഒന്ന് ചെയ്ത് ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഫസ്റ്റ് പേയ്മെന്റ് സൈഡിലേക്ക് വരിക. പേയ്മെന്റ് സൈഡിലുള്ള ഐറ്റം ആണ് നമ്മൾ ഇവിടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണുന്നത്. ഓക്കെ. പേയ്മെന്റ് സൈഡിലേക്ക് ഒരു ഫസ്റ്റ് ഐറ്റം പറയുന്നത് സ്പോർട്സ് എക്സ്പെൻസ് എന്നുള്ളതാണ്. സ്പോർട്സ് എക്സ്പെൻസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. സ്പോർട്സ് എക്സ്പെൻസ് എമൗണ്ട് 5400. അഡ്ജസ്റ്റ്മെന്റ് പറയുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്ന ഐറ്റം നമുക്കറിയാം അസറ്റ് ആണ്, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഓഫീസ് എക്സ്പെൻസസ് എന്നുള്ളതാണ്. ഓഫീസ് എക്സ്പെൻസസ് 2014 and 15 രണ്ട് ഇയറിലും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഓഫീസ് എക്സ്പെൻസ് 2015 എമൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. 2015
15ലെ എമൗണ്ട് പറയുന്നു 3500 പറയുന്നു. 14ലെ എമൗണ്ട് പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് നമ്മൾ ഈ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഓഫീസ് എക്സ്പെൻസ് 2014 എന്നുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ആയിരുന്നു, പെൻഡിംഗ് ഉള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ 2014 ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യാം 500. ഓക്കെ, നെക്സ്റ്റ് വൺ ലൈബ്രറി ബുക്സ് ആണ്. ലൈബ്രറി ബുക്സ് നമുക്കറിയാം അസറ്റ് ആണ്, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഐറ്റം ആണ്, ടിക്ക് ചെയ്തായിരുന്നു. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എമൗണ്ട് 600. ഇവിടെ കാണാം പ്രിന്റിംഗ് എമൗണ്ട് 600. അഡ്ജസ്റ്റ്മെന്റ് താഴേക്ക് വരിക. അപ്പൊ താഴെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഓൺ 1st January 2015 സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി വാസ് 75. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതുകൊണ്ട് ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നു. then 675. then ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു 125. ടോട്ടൽ എമൗണ്ട് 550. ഇതാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ഐറ്റം ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. then നെക്സ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ ടു ന്യൂസ് പേപ്പർ. സബ്സ്ക്രിപ്ഷൻ ന്യൂസ് പേപ്പറിന് കൊടുത്ത സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ ടു ന്യൂസ് പേപ്പർ എമൗണ്ട് 1300. ലാസ്റ്റ് ഐറ്റം ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ബാലൻസ് ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല, ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇത്രയും ഐറ്റം ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ താഴെ ഡെപ്രീസിയേഷൻ ഉണ്ട്, അത് പിന്നീട് പറയാം. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് വരുന്നു, ഇൻകം സൈഡിലേക്ക് വരുന്നു. ഇൻകം സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന ഐറ്റം റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഐറ്റം ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് വേണ്ട, ഓപ്പണിംഗ് ബാലൻസ് ആണ്, റെക്കോർഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഐറ്റം എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീ ആണ്, ഇവിടെ കാണാം എൻട്രൻസ് ഫീ എമൗണ്ട് 2000 റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് വൺ ഡൊണേഷൻ. ഡൊണേഷൻ എന്നുള്ളത് സ്പെസിഫിക് ആണോ ജനറൽ ഒന്നും പറയുന്നില്ല, അഡ്ജസ്റ്റ്മെന്റ് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഡൊണേഷൻ ഫോർ ജനറൽ ആയിരിക്കണം, അതുകൊണ്ട് ഡൊണേഷൻ റെക്കോർഡ് ചെയ്യുന്നു എമൗണ്ട് 3000. നെക്സ്റ്റ് വൺ എൻഡോമെന്റ് ഫണ്ട് റെസിപ്റ്റ്. എൻഡോമെന്റ് ഫണ്ട് ആണ്, സ്പെസിഫിക് ഫണ്ട് ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന ഐറ്റം ആണ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് നോക്കുക. 2014, 15, 16 3 വർഷത്തെയും പറയുന്നുണ്ട്. നമുക്ക് കറണ്ട് ഇയർ ആണ് വേണ്ടത്. 2015ലെ എമൗണ്ട് പറയുന്നുണ്ട് 9100 പറയുന്നുണ്ട്. താഴെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. നോക്കാം, ദ ക്ലബ് പറഞ്ഞതാണ്. നമുക്ക് ടോട്ടൽ ക്ലബിൽ 100 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 100 രൂപ വെച്ച് വരുമ്പോൾ ടോട്ടൽ കിട്ടേണ്ട എമൗണ്ട് 10,000 ആയിരുന്നു. പക്ഷെ എത്ര കിട്ടിയുള്ളൂ? 9100 കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ കിട്ടിയ എമൗണ്ട് റെക്കോർഡ് ചെയ്തു. ബാലൻസ് കിട്ടാനുള്ള എമൗണ്ട് ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 900, ടോട്ടൽ 10,000. ഇതാണ് സബ്സ്ക്രിപ്ഷന്റെ കേസിൽ വരുന്ന ഐറ്റം. അപ്പോൾ ആ സൈഡിലെ ഫുൾ എമൗണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഓൺ 1st January ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് പോയി. ദെൻ പിന്നീട് പറയുന്നു ഓൺ 1st January 2015 ഫർണിച്ചർ വാസ് വാല്യൂഡ്. ഫർണിച്ചറിന്റെ എമൗണ്ട് പറയുന്നുണ്ട്. ഫർണിച്ചറിന്റെ എമൗണ്ട് 5000 ആണ്. അതേപോലെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ആ ഡിപ്രീസിയേഷൻ മാത്രം നമ്മൾ ഈ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം. ഡിപ്രീസിയേഷൻ മാത്രം. ഫർണിച്ചർ എന്നുള്ള ഐറ്റം നമ്മൾ ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യും. അസറ്റ് ആയതുകൊണ്ട് അതിനെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നു. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നോക്കാം, ഫർണിച്ചർ. നമ്മൾ ഓൾഡ് ഫർണിച്ചർ നോക്കാം. ഓൺ 1st January 2015 1st January അതായത് ഈ വർഷം ഓപ്പണിംഗിൽ ഫർണിച്ചർ നമുക്ക് ഫർണിച്ചർ ആയിട്ട് ഉള്ള എമൗണ്ട് 5000 ആണ്. ഡിപ്രീസിയേഷൻ റേറ്റ് പറയുന്നുണ്ട് 20% ആണ് റേറ്റ് പറയുന്നത്. 20/100 = 1000 വരുന്നു. ഓക്കെ, അത് കൂടാതെ നമ്മൾ ഈ വർഷം ഫർണിച്ചർ വീണ്ടും വാങ്ങി. അതാണ് താഴെ കാണുന്ന 3000 എന്ന് പറയുന്നത്. മേളിൽ പറയുന്നുണ്ട് ഫർണിച്ചർ നമ്മൾ ജൂലൈ 1-ാം തീയതി വീണ്ടും ഫർണിച്ചർ വാങ്ങി 3000 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. 3000 ഇൻറ്റു 20 റേറ്റ് സെയിം തന്നെയാണ്. 20/100 ഇൻറ്റു 6/12 6 മാസത്തേക്ക് ചാർജ് ചെയ്താൽ മതി. അതാണ് 6/12 എന്ന് പറയുന്നത്. 300 രൂപയുണ്ട്. ടോട്ടൽ എമൗണ്ട് 1300. ഇത്രയും ഐറ്റംസുകളാണ് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസുകൾ. അതിനെ ഫുള്ള് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻകം കൂടുതലായിരിക്കും. ഇൻകം ടോട്ടൽ 50,000 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് സർപ്ലസ് എന്ന് പറയുന്ന എമൗണ്ട് 2950 ആണ്. ഇതായിരിക്കും നമ്മളുടെ ക്ലബിന്റെ സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റം. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രൊസീജിയർ കൂടി നമുക്കൊന്ന് നെക്സ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നോക്കാം, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2014 നമ്മുടെ പ്രീവിയസ് ഇയർ ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഐറ്റം ക്യാഷ് കാണാം. ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിംഗ് ക്യാഷ് ആണ്. നിങ്ങൾ റെസിപ്റ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എമൗണ്ട് 1600 ഫസ്റ്റ് റെക്കോർഡ് ചെയ്തു.
നെക്സ്റ്റ് ഇത് താഴേക്ക് വരുമ്പോൾ നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2014 എമൗണ്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് പ്രീവിയസ് ഇയർ ആണ്. 2014 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് കഴിഞ്ഞ വർഷം കിട്ടാനുള്ള എമൗണ്ട് ആയിരുന്നു, അസറ്റ് ആണ്. ഓക്കെ, അതാണ് കാണുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ₹300. ഓക്കെ, അപ്പൊ 2 ഐറ്റം റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് വൺ, പിന്നീട് കാണുന്ന ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് കാണുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് കാണുന്നുണ്ട്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ള ഐറ്റം നമ്മുടെ ഈ പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു. ആ ക്ലോസിംഗ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ 2014 എന്ന് പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ടില് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ₹75 റെക്കോർഡ് ചെയ്യുന്നു. അതാണ് കാണുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ₹75. നെക്സ്റ്റ് വൺ, ഫർണിച്ചർ കാണുന്നുണ്ട്. ഫർണിച്ചർ നമ്മളുടെ ആ എമൗണ്ട് 5,000 കാണുന്നുണ്ട്. അവിടെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഫർണിച്ചർ ഓൺ 1st January 2015 ഫർണിച്ചർ വാസ് വാല്യൂ ₹5,000 പറയുന്നുണ്ട്. ഫർണിച്ചറിന് 2015 ജാനുവരി 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അത് പ്രീവിയസ് ഇയറിലെ ഫർണിച്ചർ ആയിരുന്നു. ആ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറിന്റെ വാല്യൂ 5,000 ഉണ്ടായിരുന്നു. ആ ഫർണിച്ചർ എന്ന് പറയുന്ന എമൗണ്ട് 5,000 റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് അസസായിട്ട് വരുന്ന ഐറ്റംസ്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഐറ്റം ആണ് ഓഫീസ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഓഫീസ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റിന് കാണാം. അവിടെ പേയ്മെന്റ് സൈഡിൽ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 2014 എമൗണ്ട് കാണുന്നുണ്ട്. ആ 2014 കാണുന്ന ആ പെൻഡിംഗ് ഉള്ള എമൗണ്ട് ആണ് ഓഫീസ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് കാണുന്ന ₹500 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഐറ്റംസുകളാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസുകൾ. ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ബാലൻസിന് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ക്യാപിറ്റൽ ഫണ്ട്. ഈ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന എമൗണ്ട് ആണ് കാണുന്നത്. ഈ ക്യാപിറ്റൽ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോയി ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ ക്യാപിറ്റൽ ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു. ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യുന്നു. അതാണ് നമ്മളുടെ ഈ ക്യാപിറ്റൽ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത്. നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2015 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസസൈഡിൽ വരുന്ന ഐറ്റംസുകൾ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഐറ്റം ക്യാഷ് എന്നുള്ള ഐറ്റം കാണാം. ക്യാഷ്, ഇത് ഏത് ക്യാഷ് ആണ്? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ കാണുന്ന ലാസ്റ്റ് ഐറ്റം ആണ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ക്യാഷ് എമൗണ്ട് 2,900. ഓക്കെ, നെക്സ്റ്റ് വൺ ഫർണിച്ചർ കാണാം. ഫർണിച്ചർ നമ്മളുടെ ക്വസ്റ്റിന്റെ അകത്ത് ഫർണിച്ചർ എന്നുള്ള ഐറ്റം ബിസിനസിന് അസറ്റ് ആണ്. അത് നമ്മുടെ ഓൾഡ് ഫർണിച്ചറും ഉണ്ട്, പുതിയ ഫർണിച്ചറും ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ കാണുന്ന ഫർണിച്ചർ ഓൾഡ് ഫർണിച്ചർ ആണ്. 5,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ വർഷം നമ്മൾ ജൂലൈ 1-ാം തീയതി വീണ്ടും ഒരു 3,000 രൂപയുടെ ഫർണിച്ചർ കൂടി വാങ്ങി. ആ 2 ഫർണിച്ചർ ബിസിനസിന് അസറ്റ് തന്നെയാണ്. പഴയ അസറ്റുകൾ ഉണ്ടെങ്കിൽ അത് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് പഴയ അസറ്റുകൾ എല്ലാം ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അതാണ് ഓൾഡ് ഫർണിച്ചർ ബുക്കിൽ കാണിക്കാനുള്ള കാരണം. ഓക്കെ, അതേപോലെ ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, കമ്പൽസറി ആണ്. അപ്പോൾ നമുക്ക് കാണാം ഫർണിച്ചർ ₹5,000. ദെൻ അത് കൂടാതെ പുതിയ ഫർണിച്ചർ 3,000. ടോട്ടൽ എമൗണ്ട് 8,000ന്റെ ഫർണിച്ചർ കാണാം. 8,000 ആണ് ടോട്ടൽ ഫർണിച്ചർ ആയിട്ട് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അത് കൂടാതെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ പറയുന്നുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ ഫർണിച്ചറിലേക്ക് ചാർജ് ചെയ്യുന്നു. അതാണ് കാണുന്നത്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ഐറ്റം ആയിട്ട് ഡിപ്രീസിയേഷൻ കാണിച്ചായിരുന്നു. ആ ഡിപ്രീസിയേഷൻ ആണിത്. 5,000 ഡിപ്രീസിയേഷൻ ഫുൾ എമൗണ്ട് ചാർജ് ചെയ്തു. അതേപോലെ പുതിയ ഫർണിച്ചറിന് 6 മാസം ഡിപ്രീസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്തു. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 1,300 ആണ്. ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്ന എമൗണ്ട്. അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 6,700. ഓക്കെ, ഫർണിച്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഫർണിച്ചർ ഐറ്റം കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ റെക്കോർഡ് ചെയ്യാതെ പോയ ഐറ്റമാണ് ലൈബ്രറി ബുക്സ്. ബിസിനസ്സിലേക്ക് നമ്മൾ ക്ലബിലേക്ക് നമ്മൾ വാങ്ങിയ മൊത്തം ലൈബ്രറി ബുക്കുകളാണ്. അത് കുറച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എമൗണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നുമില്ല. എമൗണ്ട് 3,200 കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. ലൈബ്രറി ബുക്കാണ്. നെക്സ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. ഇത് ഏതാണത്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 900 കാണാം. നമുക്ക് ഓൾറെഡി ക്വസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഐറ്റം ആണ് 2015 എന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് കിട്ടിയ എമൗണ്ട് 9,100 റിസീവ് ചെയ്തായിരുന്നു. ടോട്ടൽ ഈ വർഷം അത്രേ കിട്ടുകയുള്ളൂ. എന്നാൽ എത്ര കിട്ടണമായിരുന്നു? 10,000 റിസീവ് ചെയ്യണമായിരുന്നു. അപ്പൊ അതിന്റെ അകത്തുള്ള ആ പെൻഡിംഗ് ഉള്ള 900 ആണ് കാണുന്നത്. കിട്ടാനുള്ള എമൗണ്ട് ആണത്. ഈ എമൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് ബിസിനസിന്റെ അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഇൻകം ആണ്, ബിസിനസിന് കിട്ടേണ്ട ഇൻകം ആണ്, അക്രൂഡ് ഇൻകം ആണ്, കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കിട്ടുവാനുള്ള എമൗണ്ട് 900 റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞുകൊണ്ട് ഐറ്റം അഡ്ജസ്റ്റ്മെന്റ് കണ്ടു കാണും. ഓപ്പൺ സ്റ്റോക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിച്ചായിരുന്നു. ദെൻ പിന്നീട് വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഈ 125 എന്ന് പറയുന്ന ഐറ്റം. ഇതാണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റം 125. ഇത്രയും അസറ്റുകളാണ് ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസുകൾ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അസറ്റ് ആയിട്ട് കാണിച്ചിരുന്നു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് അസറ്റ് ആയിട്ട് കാണിക്കുന്നു. ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം, ലൈബ്രറി സൈഡിലേക്ക് വരാം. ഫസ്റ്റ് ഐറ്റം എൻഡോമെന്റ് ഫണ്ട്. നമ്മൾ ബുക്കിൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റിന്റെ അകത്തുള്ള ഐറ്റം റെക്കോർഡ് ചെയ്യാതെ പോയ ഐറ്റമാണ് എൻഡോമെന്റ് ഫണ്ട് എന്നുള്ള ഐറ്റം റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. ആ എൻഡോമെന്റ് ഫണ്ട് ഫസ്റ്റ് ഐറ്റം റെക്കോർഡ് ചെയ്തത് 4000 4000. Then next one, subscription received in advance. നെക്സ്റ്റ് ഐറ്റം ആണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇത് ഏത് ഐറ്റം ആണ്? ആ ക്വസ്റ്റിന്റെ അകത്ത് റിസീവ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 3 ഇയറിലെ എമൗണ്ട് കാണുന്നുണ്ട്. അത് മൂന്നാമത് കാണുന്ന ആ ഇയറിലെ എമൗണ്ട് അത് നെക്സ്റ്റ് ഇയറിലെ ആണ്, 16ലെ എമൗണ്ട് ആണ്. 2014 കാണുന്നുണ്ട്, 15 കാണുന്നുണ്ട്, 16 കാണുന്നുണ്ട് ഇല്ലേ? ആ 16ലെ എമൗണ്ട് ആണ്. അത് അടുത്ത വർഷത്തെ എമൗണ്ട് അഡ്വാൻസ് വാങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വർഷം അത് അഡ്വാൻസ് ആയിട്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കാം ഈ വർഷത്തെ അക്കൗണ്ടിൽ. അതാണ് ഈ കാണുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ₹400. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പൊ ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നീട് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരുന്നു. ആ ക്യാപിറ്റൽ ഫണ്ട് റെക്കോർഡ് ചെയ്തു. അതിനോടുകൂടി എന്ത് ചെയ്യുന്നു? സർപ്ലസ് ആഡ് ചെയ്യുന്നു. ആ സർപ്ലസ് ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 9425. അപ്പോൾ രണ്ട് സൈഡ് ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും കംപ്ലീറ്റ് ആയി. ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഈക്വൽ ആകുന്നു. ഇതാണ് ഒരു നോൺ ട്രേഡിംഗ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഓൾറെഡി കംപ്ലീറ്റ് ആകുന്നു. ദെൻ പിന്നീട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതോടുകൂടി ചാപ്റ്റർ അവസാനിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബുക്കിലേക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ക്വസ്റ്റ്യൻസുകൾ എടുത്ത് ആൻസർ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.